നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 9 ലോട്ടറിയിൽ ഭാഗ്യമുള്ള നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഞാൻ 45 വർഷത്തെ എക്സ്പീരിയൻസാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് വെളിച്ചം ചാനലിൽ ഈ ഇങ്ങനെ ലോട്ടറിയുടെ കാര്യം മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഇന്നലെ മുതലാണ് ഇട്ടു തുടങ്ങി. തീർച്ചയായിട്ടും ഭൂരിപക്ഷം ആൾക്കാരും, കേരളത്തിലെ ഭൂരിപക്ഷം ആൾക്കാരും 50% ആൾക്കാരും ലോട്ടറി എടുക്കുന്നവരാണ്. നമ്മുടെ കേരളത്തിലെ മലയാളി കുടുംബങ്ങളിൽ ഏതാണ്ട് 90% കടക്കെണിയിലാണ്, ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു മാർഗ്ഗമാണിത്. പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകും. അതിന് സാധ്യത ഈ പറഞ്ഞ 1,00,000-1 ഓക്കെ. ആ 1,00,000-1 എന്നുള്ളത് 1000-1 കുറയ്ക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ദയവ് ചെയ്ത് ഭാഗ്യ നമ്പറുകൾ അല്ലെങ്കിൽ നക്ഷത്രം കേട്ടിട്ട് ഇത് സ്കിപ്പ് ചെയ്ത് കളയരുത്. പകരം ഞാൻ പറയുന്ന ഓരോ കാര്യവും തുല്യ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവൻ പേരും, ലോട്ടറി എടുക്കുന്നവർ മുഴുവൻ ഇത് കേൾക്കണം, നിർദ്ദേശങ്ങൾ പരിഗണിക്കണം. അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, വെറുതെ ഭാഗ്യ നമ്പരും നിങ്ങളുടെ നക്ഷത്രം ഇത് കിട്ടുമോ ഇല്ലയോ, ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള മാത്രമല്ല നോക്കേണ്ടത്, മറിച്ച് നിരവധി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ ദയവ് ചെയ്ത് ഒരു ലോട്ടറി കൂടുതൽ എടുക്കരുത്. ഓക്കെ, ചിലരൊക്കെ അങ്ങ് 10,000-നും 20,000-നും ലോട്ടറി എടുത്തു കളയും. അതായത് ഇപ്പോൾ ചിത്തിര നക്ഷത്രത്തിന് ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയി 10,000 രൂപയ്ക്ക് അങ്ങ് ലോട്ടറി എടുക്കും, ഒന്നും അടിക്കത്തില്ല, എന്നിട്ട് എൻ്റെ ചിത്ര. അങ്ങനല്ല സംഭവം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കണം. ആ അനുഷ്ഠാനങ്ങൾ ഒരു 40-41 ദിവസം ഓക്കെ, അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയതിന് ശേഷമേ നിങ്ങൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാവുള്ളൂ. അതായത് ഞാൻ പറയുന്നത് ഇതാണ്, പെട്ടെന്ന് ഇന്നിപ്പോൾ പറയുന്നു മകയിരം നക്ഷത്രത്തിന് ലോട്ടറി അടിക്കും, പോയി ലോട്ടറി എടുത്തു, അടിച്ചില്ല, എന്നെ ചീത്ത കളിക്കരുത്. മറിച്ച് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും, നിരവധി കാര്യങ്ങളുണ്ട്, അതെല്ലാം ദയവായി നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. അതായത് ലോട്ടറി എടുത്താൽ മാത്രം പോരാ, 50 രൂപ എടുത്ത് ലോട്ടറി എടുത്താൽ മാത്രം പോരാ, നിരവധി കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ അനുഷ്ഠാനങ്ങളായിട്ട് അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാനുമായിട്ട് നിങ്ങൾ വാട്സാപ്പിൽ ബന്ധപ്പെടുക, ഞാൻ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിരവധി എല്ലാം കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, നിരവധി കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലിൽ ഇപ്പോഴും ഉണ്ടത്. അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പോൾ അത് നമ്മുടെ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഇടാനുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. 63 വയസ്സുകൊണ്ട് എനിക്ക് 45 വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ആദ്യമായിട്ട് ബേസിക്കായിട്ട് ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇന്ന് ഞാൻ മാർച്ച് 9 ലോട്ടറി അടിക്കുന്ന 13 നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ തന്നെ 7 നക്ഷത്രങ്ങൾക്ക് കൂടുതൽ സാധ്യതയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ നക്ഷത്രം പെടുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ നക്ഷത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയാണ്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ചിത്തിരയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ചിത്തിര നക്ഷത്രം. അപ്പോൾ അത് കന്നി വരാം, തുലാം രാശിയും വരാം. ഓക്കെ, അത് കൂടാതെ നിങ്ങളുടെ ലഗ്നം തുലാം രാശിയോ കന്നി രാശിയോ വേറെ 12 രാശിയോ ആവാം. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ നോക്കണം. അപ്പോൾ അത് നിങ്ങളൊരു ജ്യോതിഷനെ സമീപിച്ച് നിങ്ങളുടെ ലഗ്നം, രാശി കൃത്യമാക്കുക, മനസ്സിലാക്കുക. അത് കൂടാതെ ഗ്രഹനിലയിൽ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമുണ്ടോ എന്നുള്ളത് നോക്കുക. അത് നിങ്ങൾക്കില്ലെങ്കിലും കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരാൾക്ക് മതി. ഓക്കെ, ഒരു പുതിയ കുഞ്ഞ് ജനിക്കുന്നു, ഒരു പെൺകുട്ടി ജനിക്കുന്നു,
ഓക്കെ, അതിൻ്റെ ജാതകത്തിൽ ഈ ലോട്ടറി ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേട്ടമാണ്. അതുപോലെ ഗ്രഹനിലയിൽ പ്രധാനമായിട്ടും ഇതിനെ സ്വാധീനിക്കുന്നത് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത, അതായത് അപ്രതീക്ഷിതമായ ധനലാഭം. അതാണ് ഇത് പറയുന്നത്. അതായത് ലോട്ടറി മാത്രമല്ല, നിരവധി മാർഗങ്ങൾ വേറെയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. നിങ്ങൾക്ക് ഗ്രഹനിലയിൽ നിങ്ങൾക്ക് പൂർവികരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് പ്രധാനമായിട്ടും രാഹു അഥവാ സർപ്പം, പിന്നെ ഈ സർപ്പവുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രജപങ്ങളുണ്ട്, ഏതൊക്കെ പൂജ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാനുമായിട്ട് വാട്സാപ്പിൽ നിങ്ങൾ ബന്ധപ്പെട്ട നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, ഈ നമ്പറിൽ ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഭാഗ്യ നമ്പർ, ഭാഗ്യ ഡേറ്റുകൾ, അതുപോലെ തന്നെ ഭാഗ്യ സമയങ്ങൾ, നിങ്ങൾ മഹാദശ അന്തർദശ ഇതെല്ലാം നോക്കണം. അതുപോലെ തന്നെ ഇത് ഭാഗ്യം ഉള്ള ഡേറ്റുകൾ, ഭാഗ്യ നക്ഷത്രങ്ങൾ, ഇന്ന നക്ഷത്രം നിൽക്കുമ്പോൾ, അതുപോലെ ഭാഗ്യ സമയം, അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, ആദ്യം നമുക്ക് ഭാഗ്യ നമ്പറുകൾ പറയുന്നതിന് മുമ്പ് ഞാൻ കുറേ കോമ്പിനേഷൻ നമ്പറുകൾ പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക. കോമ്പിനേഷൻ നമ്പറുകൾ ഞാൻ 45 വർഷമായിട്ട് ഞാൻ പഠിച്ച കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ചില നമ്പറുകൾ ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അതിന് വലിയ പവർ കാണത്തില്ല. അതിനേക്കാൾ പവറായിരിക്കും വേറെ ഒരു 3 നമ്പരും കൂടെ ചേരുമ്പോൾ അതിനുണ്ടാവുക. ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് എപ്പോഴും ഞാൻ പറയുന്നതാണ് 5198. ഈ നമ്പറിൻ്റെ 24 കോമ്പിനേഷൻ. ഓക്കെ, ഒരു കോമ്പിനേഷൻ പറയാം, 8195. 5198ൻ്റെ ഒരു കോമ്പിനേഷനാണ് 8195. ഇന്നലത്തെ റിസൾട്ട്, 7-ാം തീയതിത്തെ റിസൾട്ട് നിങ്ങളൊന്ന് നോക്കിയോ, അതിനകത്ത് 5000 അടിച്ചിട്ടുണ്ട്. 8195 ആ കോമ്പിനേഷന്, 5198ൻ്റെ കോമ്പിനേഷൻ ഇന്നലെ 5000 രൂപ അടിച്ചിട്ടുണ്ട്. അതുപോലെ 5193 ഇന്നലെ 5193യുടെ കോമ്പിനേഷൻ അടിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി ഇതുണ്ട്. ഇത് എല്ലാ ദിവസവും ഞാൻ ആവർത്തിക്കില്ല, അതുകൊണ്ട് ശ്രദ്ധയായിട്ട് കേൾക്കുക, എഴുതിയെടുക്കുക. എന്നിട്ട് 24 കോമ്പിനേഷനും നിങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ 5198ൻ്റെ 1-2 കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു. 9851 അതൊരു കോമ്പിനേഷനാണ്. അങ്ങനെ 24 കോമ്പിനേഷൻ ഇതിൽ ഓരോന്നിലും വരും. അപ്പോൾ അങ്ങനെ കോമ്പിനേഷൻ നമ്പറുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുതന്നെ ഈ 5198ൻ്റെ 24 കോമ്പിനേഷൻ ഏറ്റവും ഒടുവിൽ വരണമെന്നില്ല, ആദ്യം വന്നാലും മതി. അതല്ലെങ്കിൽ ആകെ 6 നമ്പറാണല്ലോ, 1-ാമത്തെ 6-ാമത്തെ നമ്പറിന് ഇടയ്ക്ക് ഉള്ള 4 നമ്പർ 5198ൻ്റെ കോമ്പിനേഷൻ വന്നാലും മതി. അതല്ലെങ്കിൽ ആദ്യം 51, പിന്നെ ഒരു വേറെ ഒരു നമ്പർ, 2 നമ്പർ, അതിൻ്റെ അവസാനം 89, അങ്ങനെ വന്നാലും മതി. അതായത് ടിക്കറ്റിൻ്റെ 6 നമ്പറിൽ 5198 ചെതറിക്കിടന്നാൽ മതി. ഓക്കെ, അതുപോലെ തന്നെയാണ് 5193, 1963, 7219, 4038, 4792, 1995, 3029. ഇതുപോലെ നിരവധി കോമ്പിനേഷനുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഒരുമിച്ച് വരികയോ ചെതറിക്കിടക്കുകയോ ചെയ്താൽ മതി. അത് കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ നമ്മൾ ഒരു ലോട്ടറി കടയിൽ ചിലപ്പോൾ എല്ലാ നമ്പരും അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, ലോട്ടറി എടുത്താൽ മാത്രം പോരാ, കൃത്യമായിട്ടുള്ള കൃത്യനിഷ്ഠ, എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠ പാലിക്കുക. ഒരു ചായ കുടിക്കുന്നതിന് ഒരു കൃത്യനിഷ്ഠ. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചേ ഒക്കെയുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് കൃത്യമായിട്ട് മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, അത് ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ പോകണം,
ഒക്കെയുള്ളത്. രാഹു മാത്രമല്ല, അഥവാ സർപ്പം മാത്രമല്ല, സൂര്യൻ ഇതിനെ സ്വാധീനിക്കുക. കാര്യം പിതാവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് സൂര്യൻ. ഓക്കെ, അപ്പോൾ ആ രാഹു, സൂര്യൻ, പിന്നെ ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ശുക്രൻ, വ്യാഴം, ഇതെല്ലാം അനുകൂലമൊക്കെ ആയി നിങ്ങളുടെ മഹാദശ അന്തർദശ എല്ലാം കൂടെ അനുകൂലമായിട്ട് വരുമ്പോഴാണ് നിങ്ങൾക്കൊരു നല്ല ഇത് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ വ്യക്തമായിട്ട് പറയാം, സുവ്യക്തമായിട്ട് പറയാം, നിങ്ങൾ ആദ്യത്തെ ഒരു മാസം ഒരു 1500 രൂപയ്ക്ക്, അതായത് ഒരു ദിവസം 50 രൂപ വെച്ച് നിങ്ങൾ എടുത്തു നോക്കുക. ഓക്കെ, അതിൽ ഈ 1500 രൂപ ചിലവാക്കുമ്പോൾ നിങ്ങൾക്കൊരു 1000 രൂപയെങ്കിലും ഒരു മാസം കിട്ടിയില്ലെങ്കിൽ കഴിവതും പിന്നെ തുടരരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ ഭാഗ്യം കൂടുന്നതും കുറയുന്നതും ഒക്കെ ഓരോ സമയത്തായിരിക്കും. അതൊക്കെ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഭാഗ്യ സമയങ്ങൾ പറയാം. ലോട്ടറി എടുക്കുക, അതായത് മാർച്ച് 9 ഏത് സമയത്ത് നിങ്ങൾ ലോട്ടറി എടുക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. അത് ഒരെണ്ണം രാവിലെയാണ്, പിന്നെ ഒരെണ്ണം ഉച്ചയ്ക്ക്. ഓക്കെ, 9-ാം തീയതി മാർച്ച് 9 രാവിലെ 5:04 AM മുതൽ രാവിലെ 5:52 AM വരെ ഉള്ള ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾക്ക് ലോട്ടറി കിട്ടുകയാണെങ്കിൽ, സിറ്റികളിലൊക്കെ അതൊക്കെ വെളുപ്പിനെ കച്ചവടം തുടങ്ങും ആൾക്കാർ. അപ്പോൾ ആ സമയം. പിന്നെ 9-ാം തീയതി തന്നെ ഉച്ചയ്ക്ക് 12:13 PM മുതൽ ഉച്ചയ്ക്ക് 1:01 PM വരെ നല്ല സമയമാണ്, അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയും. ഓക്കെ, ആ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ സാധ്യത കൂടുതലാണ്. പിന്നെ 9-ാം തീയതിത്തെ ഭാഗ്യ നമ്പറുകൾ 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. അതെന്ന് പറയുമ്പോൾ ഈ 6 നമ്പറിൽ ലോട്ടറി ടിക്കറ്റിൻ്റെ ആദ്യത്തെ നമ്പരും ഏറ്റവും ഒടുവിലത്തെ നമ്പരും 4 സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ എല്ലാ നമ്പറുകളും കൂടെ കൂട്ടി ഒറ്റ സംഖ്യ ആക്കുമ്പോൾ വരുന്ന സംഖ്യ 4 സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ 4 മാത്രമല്ല, വേറെയും 5 നമ്പറുകൾ ഞാൻ പറയുന്നുണ്ട്. ആദ്യത്തെ 2 നമ്പർ, അതായത് ആദ്യത്തെ ഞാൻ പറഞ്ഞ 4, അത് കഴിഞ്ഞുള്ള ഭാഗ്യം ഉള്ള സംഖ്യ എന്ന് പറയുന്നത് 9. ഈ 9ൻ്റെ കളി വരുമ്പോൾ 8 കയറി ഒരു കളി കളിക്കും. എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. 9, 8. അപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള 3 ഭാഗ്യ നമ്പറുകൾ മാർച്ച് 9-ാം തീയതി 4, 9, 8. പിന്നെ 3, 2, 6 സാധ്യത. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം. ഏകദേശം നമുക്ക് ശ്രദ്ധിക്കാവുന്ന നമ്പറുകൾ, ഈ കോമ്പിനേഷൻ നമ്പറുകൾ ശ്രദ്ധിക്കാവുന്ന ഇതാണ്: 4792, 5198, 5193, 1963, അതുപോലെ 3029. ഈ കോമ്പിനേഷൻ നമ്പറുകൾ 24 വീതം സാധ്യത കൂടുതലാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് 9-ാം തീയതി നിങ്ങൾ ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ എന്നല്ല, ആ ദിവസം തിങ്കളാഴ്ച നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറം. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞായറാഴ്ച രാവിലെയാണ്. ഞായറാഴ്ച ചുവപ്പ് ഷർട്ടാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ 8-ാം തീയതി രാവിലെ ഞായറാഴ്ച, അതുകൊണ്ട് ഞാൻ ചുവപ്പ് ഷർട്ട് ഇട്ടു. ഇതിനൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. 1000 രൂപ നമുക്ക് കിട്ടേണ്ട സ്ഥലത്ത് തീർച്ചയായിട്ടും 1100 രൂപ കിട്ടും. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കിട്ടേണ്ട സ്ഥലത്ത് 1,10,000 കിട്ടിയിരിക്കും. ഭാഗ്യ നിറം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഭാഗ്യ നിറം മാർച്ച് 9-ാം തീയതി തിങ്കളാഴ്ചയാണ്. അപ്പോൾ നീല അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഇവയുടെ ഈ നിറങ്ങൾ എന്താ പറയുക, നമ്മുടെ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാലും ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് നക്ഷത്രങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, 13 നക്ഷത്രങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട്. അതിൽ തന്നെ 7 നക്ഷത്രങ്ങൾക്ക് കൂടുതൽ സാധ്യതയാണ്.
ഓക്കെ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്, അതും ചെയ്യുക നിങ്ങളുടെ ഫോണിൽ അത് അവൈലബിൾ ആണെങ്കിൽ. ഓക്കെ. അപ്പോൾ നക്ഷത്രങ്ങൾ 13 നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, 13 അതിൽ തന്നെ ഏറ്റവും സാധ്യത കൂടുതലുള്ള 7 നക്ഷത്രക്കാരെയും കാര്യം പറയുന്നുണ്ട്. ഈ കൂട്ടത്തിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്നില്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ നക്ഷത്രം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയാണ്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ രാശിഫലം, മഹാദശ, അന്തർദശ, അതുപോലെ തന്നെ നിങ്ങൾ കൃത്യനിഷ്ഠയോടെ മന്ത്രജപങ്ങളും ക്ഷേത്രദർശനവും ദാനധർമാദികളും കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധിയൊക്കെ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ളൂ. അതുമാത്രമല്ല, ഓരോ സെക്കൻഡിലും നമ്മൾ ഓം നമഃ ശിവായ ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക. അപ്പോൾ നക്ഷത്രങ്ങൾ പറയാം. മാർച്ച് 9 ലോട്ടറി അടിക്കുന്ന നക്ഷത്രങ്ങൾ, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള, കൂടുതൽ സാധ്യതയുള്ളത് പിന്നീട് പറയാം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, മൂലം, പൂരാട, ഉത്രാടം. ഏകദേശം 13 നക്ഷത്രങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മാർച്ച് 9 സാധ്യത ഏറ്റവും കൂടുതലുള്ളത് രോഹിണി, മകയിരം, ഉത്രം, അത്തം, ചിത്തിര, മൂലം, പൂരാടം. അപ്പോൾ ഇനിയും നാളെയും ഞാൻ ഇടുന്നുണ്ട്, ഓരോ ദിവസവും ഇടുന്നുണ്ട്. അപ്പോൾ ദയവായി ഫോളോ ചെയ്യുക. അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സുവ്യക്തമായിട്ട് ഡീറ്റെയിൽഡായിട്ട് അറിയാൻ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക, ഫോൺ വിളിക്കരുത്. 9847291363 എൻ്റെ വാട്സാപ്പ് നമ്പർ. നമസ്കാരം. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം. ഓക്കെ. താങ്ക് യു.